അങ്ങനെ ഒരു അഭിപ്രായം എനിക്കുണ്ട്. കൃഷ്ണകുമാർ പക്ഷത്തിന്റെ അവർക്ക് കൂടുതൽ സീറ്റ് നൽകി എന്നുള്ളത് അതെ അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്, എനിക്കുണ്ട്. അത് എന്നെ ബാധിക്കുന്നതല്ല. ഞാൻ നേരത്തെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ബാധിക്കുന്നതല്ല. പക്ഷേ 13-14, അതായത് ഞാൻ നിന്ന് ജയിച്ച താമര ചിഹ്നത്തിൽ ജയിച്ച 2 വാർഡുകളിലും സ്ഥാനാർത്ഥി ആരാണെന്ന് ഇന്നലെ 3 മണി വരെ എന്നെ അറിയിക്കാത്തതിന്റെ മാനസിക വിഷമം എനിക്കുണ്ടായിരുന്നു. ആ വിഷമമാണ് ഇന്നലെ ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത്. ഇല്ല, ഞാൻ ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ തറവാട്ടിൽ ഇന്നലെ മണ്ഡലപൂജയുടെ ഇല്ല, എന്നെ അറിയിച്ചിട്ടില്ല. ഇല്ല, സ്ഥാനാർത്ഥി നിർണയം പോലും എന്നെ അറിയിച്ചിട്ടില്ല. ഇന്നലെ 3 മണി വരെ ഞാൻ അറിഞ്ഞിട്ടില്ല. സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു. അവരെന്നെ കാണാൻ വന്നു. അപ്പോഴേക്കും ഞാൻ ഇവിടുന്ന് ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോയി. ഔദ്യോഗിക പക്ഷം കൃഷ്ണകുമാർ പക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് ക്രൂശിക്കപ്പെട്ട ആളാണ് ചേച്ചി, അല്ലേ? പ്രത്യേകിച്ച് അവസാന സമയത്ത് ചേച്ചിയെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയത്തിൽ അത് സംസ്ഥാന നേതൃത്വത്തോട് ചേച്ചിയെക്കുറിച്ച് പരാതി പറഞ്ഞു. അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായി. ഞാൻ സംസ്ഥാന നേതൃത്വത്തിനെ നേരിട്ട് സംസ്ഥാന പ്രസിഡന്റിനെ നേരിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിന് കാര്യം എന്താണെന്ന് മനസ്സിലായി. ആരുടെ ഭാഗത്തു നിന്നാണ് തെറ്റ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. അതൊരു MLA പരിപാടിയിൽ പങ്കെടുത്തു, അല്ലെങ്കിൽ നഗരസഭയുടെ റോഡ് ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു എന്ന് മാത്രമാണ് ചെയർപേഴ്സൺ കാണുന്നത്. അത്രേ ഉള്ളൂ. ഞാനൊരു നഗരസഭ അധ്യക്ഷയാണ്. എനിക്ക് അവിടെ വികസനം എവിടെ വരണോ എന്ത് വരണമെന്നില്ല. ആ വികസന പദ്ധതിയിൽ ഞാനിങ്ങോട്ട് ഉൾക്കൊള്ളുക എന്നുള്ള ഇതിലാണ് ഞാൻ പങ്കെടുത്തത്. അതിൽ ഞാൻ സംസ്ഥാന നേതൃത്വത്തിന് ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു. ആയുധമാക്കി ഒരു പക്ഷം ഉപയോഗിച്ചു. അങ്ങനെ പറയാൻ എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ആയുധമായിട്ട് വെച്ചാൽ ഞാൻ അങ്ങനെ സ്ഥാനാർത്ഥിത്വം ഞാൻ ചോദിച്ചിട്ടില്ല. എനിക്ക് വേണ്ടെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. എനിക്കതറിയില്ല, അത് ശിവരാജേട്ടനോട്. ഔദ്യോഗിക പക്ഷത്തിൽ നിന്ന് ക്രൂശിക്കപ്പെട്ടു അങ്ങനെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ച ഒരാളാണ് പ്രിയ അജയൻ. അതെനിക്കറിയില്ല. അത് പ്രിയ അജയനോട് ചോദിച്ചാൽ അതിന്റെ വിവരം അറിയാം. എനിക്ക് അവരെ കുറിച്ച് പറയില്ല. എനിക്ക് എൻ്റെ അടുത്ത് ചോദിച്ചോളൂ, ഞാൻ പറയാം. എനിക്ക് വേറൊരു വ്യക്തിയെ കുറിച്ചിട്ട് എനിക്ക് പറയാൻ താല്പര്യമില്ല. നഗരസഭയിലേക്കുള്ള ഈ ഒരു തെരഞ്ഞെടുപ്പ് ജീവിതം ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ എനിക്ക് മത്സരിക്കുന്നില്ല എന്ന് സംസ്ഥാന നേതൃത്വത്തോട് അറിയിച്ചത് ഈ കൃഷ്ണകുമാർ പക്ഷത്തിൽ നിന്നുള്ള അല്ല. എനിക്ക് പ്രായമായി. കാരണം 25 വർഷം യുവാക്കളാണ് പാലക്കാട് BJP ഭരിക്കുന്ന ഒരു നഗരസഭയിൽ വരേണ്ടത്. അവർക്കാണ് പ്രാതിനിധ്യം കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ആരോടുമുള്ള ദേഷ്യം കൊണ്ടല്ല. 25 വർഷം ഞാൻ വളരെ വ്യക്തമായിട്ട് പാലക്കാട് നഗര ജനതയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തു എന്നുള്ളൊരു. ഈ തെരഞ്ഞെടുപ്പോടുകൂടി പാർട്ടി പൂർണ്ണമായിട്ടും പിടിച്ചെടുക്കണമെന്നുള്ളത് കൃഷ്ണകുമാർ പക്ഷത്തിന്റെ തീർച്ചയായിട്ടും അതല്ല എനിക്കും കൂടെ ആഗ്രഹമുണ്ട്. കാരണം ഇത്രയും കാലം 10 വർഷം പാലക്കാട് നഗര ജനത BJPക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ബഹുഭൂരിപക്ഷത്തോടെ 3-2 ഭൂരിപക്ഷത്തോടു കൂടെ BJP ഭരിക്കാനുള്ള അവസരം പാലക്കാട് ജനത തരും എന്നുള്ള ഉറപ്പുണ്ട്. പാർട്ടി പൂർണ്ണമായിട്ടും പിടിച്ചെടുക്കാൻ കൃഷ്ണകുമാർ പക്ഷത്തിന്റെ നീക്കമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ഏകപക്ഷമായ സ്ഥാനാർത്ഥികളെല്ലാം വെട്ടിനിർത്തി സ്വന്തം താല്പര്യമുള്ള ആളുകളെയാണ് സ്ഥാനാർത്ഥികളാക്കിയെന്ന് പറയുന്നു. അത് പൂർണ്ണമായിട്ടും അങ്ങനെ എനിക്ക് പറയാൻ സാധിക്കില്ല. എന്റെ സ്ഥാനാർത്ഥികൾ ആരായാലും എനിക്ക് അവരോട് കൂടെ നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാർട്ടി വിജയിക്കുക എന്നുള്ളതിനപ്പുറം ചില വ്യക്തി താല്പര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അതെനിക്കറിയില്ല. അതിനെക്കുറിച്ചൊന്നും ഞാൻ അങ്ങനെയൊന്നും അഗാധമായിട്ട് ചിന്തിച്ചിട്ടൊന്നുമില്ല. എൻ്റെ ആഗ്രഹം എന്താ വെച്ചാൽ 10 വർഷം പാലക്കാട് നഗര ജനത BJPക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ BJPയെ ബഹുഭൂരിപക്ഷത്തോടു കൂടെ വിജയിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം.